അവൈലബിൾ ആവുന്നുള്ളൂ. അതായത് നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ $100 ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും, ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം $25 നിങ്ങൾ ഏൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് നിങ്ങൾക്ക് മാറ്റാം. ഏകദേശം ഒരു 2500-3000 രൂപ. ഈ ഒരു ജൂൺ ജൂലൈ മാസത്തിൽ ഫേസ്ബുക്കിൽ ഒരുപാട് അപ്ഡേഷൻസ് നടക്കുന്നുണ്ട്. ഏകദേശം ഒരു ഏപ്രിൽ മെയ് സമയത്തായിരുന്നെങ്കിൽ നിങ്ങളുടെ 2 പോസ്റ്റിനെങ്കിലും 1 ലക്ഷത്തിന് മുകളിൽ കാഴ്ചക്കാർ വേണമെന്നുണ്ടായിരുന്നു. ഇപ്പം അതുണ്ടോ എന്നുള്ളത് സംശയകരമാണ്. പക്ഷെ ഫോളോവേഴ്സിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് 1000 ഫോളോവേഴ്സ് ഉണ്ടെങ്കിലും ഇനി 500 ഫോളോവേഴ്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഒരു മാസത്തെ അല്ലെങ്കിൽ 1-ാം തീയതി തൊട്ട് 30-ാം തീയതി വരെ ഉള്ള ഒരു എമൗണ്ട് നിങ്ങൾക്ക് 25-ന് മുകളിൽ കയറിയിട്ടുണ്ടെങ്കിൽ, $25 മുകളിൽ നിങ്ങൾക്ക് കയറിയിട്ടുണ്ടെങ്കിൽ ആ ഒരു എമൗണ്ട് അടുത്ത മാസം 21-ാം തീയതി ഫേസ്ബുക്ക് നമ്മുടെ അക്കൗണ്ടിലോട്ട് ഇട്ട് തരും. അത് നമ്മുടെ അക്കൗണ്ടിൽ 7 ദിവസത്തിനുള്ളിൽ നമ്മുടെ അക്കൗണ്ടിൽ കയറുകയും ചെയ്യും. നല്ല രീതിയിൽ ഇതിനുവേണ്ടി നിങ്ങൾ സമയം ചെലവഴിക്കണം. ഒരു ദിവസം 2-3 പോസ്റ്റ് വെച്ച് എപ്പോഴെങ്കിലും വന്ന് ആണ്ടിലും സംക്രാന്തിക്ക് വിട്ടിട്ട് ഒരു കാര്യവുമില്ല. ഒരു ദിവസം ഡെയിലി നിങ്ങൾ 5-ഉം 6-ഉം 7-ഉം 8-ഉം പോസ്റ്റ് വെച്ച് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ദിവസം പോലും ഗ്യാപ്പ് ഇല്ലാണ്ട് എല്ലാ ദിവസവും പോസ്റ്റ് ചെയ്യും. ഒരു 30-40 ദിവസം പോസ്റ്റ് ചെയ്യും എന്നുള്ള നിലയിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് ഒരു അച്ചീവ്മെന്റ് നിങ്ങൾക്ക് എന്തായാലും നേടാൻ പറ്റും. പക്ഷേ ആ ഇടുന്ന പോസ്റ്റ് കുറച്ചും കൂടെ എൻഗേജിംഗ് ആയിട്ടുള്ള പോസ്റ്റ് ആണെങ്കിൽ കൂടുതൽ ഓരോരോ പോസ്റ്റ് ഇടുമ്പോഴും ഓരോരോ ഫോട്ടോസ് ഇടുമ്പോഴും അതിന് ക്യാപ്ഷൻസ്, അതും എൻഗേജിംഗ് ആയിട്ടുള്ള ക്യാപ്ഷൻസ് നല്ല രീതിയിൽ ഇടുവാണെങ്കിൽ ആ ഒരു പോസ്റ്റ് നല്ല റീച്ചിലോട്ട് കിട്ടും. റീച്ചിലോട്ട് കിട്ടുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഫോളോവേഴ്സ് വരും. അപ്പൊ ഇതിനുവേണ്ടി നമ്മൾ നല്ല രീതിയിൽ ടൈം സ്പെൻഡ് ചെയ്യേണ്ടതുണ്ട്. ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് മാത്രം ഇതിനകത്തോട്ട് ഇറങ്ങിത്തിരിക്കുക. അങ്ങനെയുള്ളവർക്ക് ഇത് ഓക്കെ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് ലക്ഷങ്ങൾ വാരിയെടുക്കാൻ പറ്റും. അല്ലാത്തവർക്ക് നോർമൽ എമൗണ്ടും വാരിയെടുക്കാൻ പറ്റും. എന്ന് വെച്ച് ഇതിനകത്ത് കിട്ടുന്നില്ല എന്ന് മാത്രം പറയരുത്, കിട്ടുന്നവരുണ്ട്. കുറച്ച് സമയം കൂടുതലുള്ളവർ, വീട്ടിലിരിക്കുന്നവരൊക്കെ ആണെങ്കിൽ, ആഗ്രഹമുള്ളവരാണെങ്കിൽ ഒന്ന് പരീക്ഷിക്കുന്നത് നല്ലതായിരിക്കും. ഇതിനെപ്പറ്റി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സ് ചോദിച്ചോ. അറിയാവുന്നതാണ് ഞാനും പറഞ്ഞുതരും. ഇനി കാഴ്ചയിൽ അത് വേറെ ആരെങ്കിലും കണ്ട് അവർക്ക് അതിന് സൊല്യൂഷൻ അറിയാമെങ്കിൽ അവർക്കും പറഞ്ഞു തരാൻ പറ്റും.